ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ തെക്കേടത്ത് മനയിലാണുള്ളത്. ഞാനിപ്പോൾ മനയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്ക് ഓവറിൻ്റെ വീഡിയോ ഞാനിപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇതിനകത്താണ് ഇടുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് 2 മോഡലാണുള്ളത്, അങ്കിതയും അതുപോലെ PK കപ്പിൾസിലെ കീർത്തനയും. അപ്പോൾ 10 മണിക്ക് തുടങ്ങാനിരുന്ന മേക്കപ്പ് നമ്മൾ തുടങ്ങിയപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കിത എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്കിതയുടെ ഹസ്ബൻഡ് അബ്ബിയായിരുന്നു ഈ ഷൂട്ടിൻ്റെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്കിതയുടെ മേക്കപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് തലേന്ന് രാത്രിയാണ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, ഞാൻ ചേച്ചി വരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നതുപോലെ ചെയ്യാമെന്ന് പറയാനോ അങ്ങനെ ഒരു ഡിസ്കഷനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആലുവയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 10 മണിക്ക് ഞാൻ അവിടെ ചെന്നായിരുന്നു. അപ്പോൾ ഇവർ വരാൻ ഡിലേ ആയ സമയത്താണ് നമ്മൾ മനയുടെ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. പിന്നെ ഞാൻ നോർമലി ആദ്യം ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അതുപോലെ തന്നെ അങ്കിതയ്ക്കും ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐബ്രോ ഫില്ല് ചെയ്ത് കൺസീൽ ചെയ്തു, പൗഡർ വെച്ച് കൊടുത്തു. ഞാൻ അപ്പോൾ ട്രഡീഷണൽ ആണല്ലോ എന്ന് കരുതിയിട്ട് ഡബിൾ ക്രീസ് കട്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് സമയത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഐ മേക്കപ്പ് കൊള്ളായിരുന്നു, പക്ഷെ ആളുടെ ആ കോസ്റ്റ്യൂമിന് അത് വേണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹിന്ദു ബ്രൈഡൊക്കെ ആണെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലായി. വേറെ വഴിയൊന്നുമില്ല, ഞങ്ങൾ വേഗം അത് ഒറ്റ കളറാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഐ മേക്കപ്പ്. ആളുടെ ഒരു ബ്രൗൺ കളറായിരുന്നു കോസ്റ്റ്യൂം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, വീണ്ടും നമ്മൾ അത് ചെയ്തു. അപ്പോൾ കുറച്ച് സമയം അവിടെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡബിൾ ക്രീസ് കട്ടൊക്കെ ചെയ്തതാണ്, പക്ഷേ എന്താ പറയുക, പണി പാളിയെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. രണ്ടാമത് നമ്മൾ ഫില്ല് ചെയ്തു. പിന്നെ അങ്കിതയുടെ ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുള്ള കുറച്ച് മാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ ഒരുപാടൊന്നുമില്ല, എന്നാലും 1-2 മാർക്സ് ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഒന്ന് കവർ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഹറിബറി ആയതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫേസ് മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ, ആൾക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഹെയറിലേക്ക് കിടന്നപ്പോഴായിരുന്നു രസം. നല്ല ഹെയർ ആയിരുന്നു കേട്ടോ കുട്ടിയുടേത്, നല്ലപോലെ കേളി ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കോമ്പ് പോയാലും കിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഹെയറും സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് മുല്ലപ്പൂ ഒന്നും വെച്ചിട്ടില്ല, അതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് ചെയ്തേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ട്, വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാനും അങ്കിതയും കൂടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു പൂ ചോദിച്ച് പൂക്കാലം തരും എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ 2 പേർക്ക് ഓർഡർ ചെയ്തിട്ട് വന്ന ഫുഡാണ്. ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കീത്തു എത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ക്ലെൻസർ വെച്ചിട്ടൊരു മസാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, ചേച്ചി ഞാനിത് ചെയ്തിട്ടില്ല ഇങ്ങനെയെന്ന് പറഞ്ഞു. ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളുടെ നമ്മൾ ഐ മേക്കപ്പാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വയലറ്റ് കളറായിരുന്നു കോസ്റ്റ്യൂം, അതിനെ മാച്ച് ചെയ്തിട്ടാണ് ഐ മേക്കപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, കീത്തുവിൻ്റെ വീഡിയോ എടുക്കാനോ ഹെയർ സ്റ്റൈലോ ഒന്നും ഇപ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി 3 മണി കഴിഞ്ഞു നമ്മൾ മേക്കപ്പ് കീത്തുവിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ട്വിൻസ് ആണല്ലോ. അയിനുവിനെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അല്ലുവിനെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. നല്ല കമ്പനിയായിരുന്നു കേട്ടോ, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കുട്ടികളെ ഒരുക്കുന്ന അവസ്ഥയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യലും റീൽസ് നോക്കി പ്രാക്ടീസ് ചെയ്യലും അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു. ഇത് കണ്ടോ, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ആൾക്കും കുറേ കഴിഞ്ഞപ്പോൾ ടെൻഷനായി, എനിക്കും ടെൻഷനായി. നമ്മൾ ടൈം ഡിലേ ആയതുകൊണ്ട് ലൈറ്റ്സൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ ഫൈനൽ ലുക്ക് നമുക്ക് മേക്കപ്പ് റൂമിൽ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ അവരുടെ റിഹേഴ്സലാണ്, ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കേട്ടോ.
ബാക്കി ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാ പേജും ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ. അതുപോലെ ഇൻസ്റ്റയിലും ഫോളോ ചെയ്യാൻ, പിന്നെ ബാക്കി കമൻസും കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ.